Hello dears, welcome to Ashbicreations. ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യോക്ക് എംബ്രോയിഡറി ഡിസൈൻ ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് ഷോൾഡറിൻ്റെ ഒരു ഭാഗത്തേക്ക് ഒരു 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് താഴേക്ക് ലൈൻ വരയ്ക്കുക. തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് അതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴേക്ക് ലൈൻ വരയ്ക്കുക. വരച്ചിട്ട് നമുക്കതൊരു ബോക്സ് ആക്കി എടുക്കാം. ഇതുപോലെ നമ്മൾ ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ബോക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ 2 സൈഡിൽ നിന്ന് 2 കോർണർ ഭാഗത്തുനിന്ന് നമുക്ക് കുറേ സ്റ്റെമ്മാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ കുറേ സ്റ്റെമ്മിൽ നിന്ന് സ്റ്റെം അങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ഡിസൈൻ പോകുന്നത്. ഒരു സ്റ്റെമ്മിൽ നിന്ന് അടുത്ത സ്റ്റെം അങ്ങനെ ഷോൾഡറിൻ്റെ ആ ഒരു എഡ്ജ് വരെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് തന്നെ കുറേ സ്റ്റെംസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഡാർക്ക് ആക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡാർക്ക് ആക്കിയിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്റ്റെമ്മിൻ്റെയും മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ചെറിയ റൗണ്ട് പോലെ വരച്ചെടുക്കാം. അതൊക്കെ ഫ്ലവേഴ്സാണ് കേട്ടോ. അതായത് ഇതുപോലെ എല്ലാ സ്റ്റെമ്മിൻ്റെയും മുകൾ ഭാഗത്തായിട്ട് നമുക്ക് റൗണ്ട് വരച്ചു കൊടുക്കാം. നിങ്ങൾ മെറ്റീരിയലായിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ യോക്കിൻ്റെ ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ അത്ര ലെങ്തിൽ എടുത്തിട്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതാ ഞാനിവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ഡിസൈൻ വരുന്നത്. നെക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്കിതായ ഒരു ബോക്സ് പോലെ നമ്മൾ ഈ ഒരു ബോക്സിലാണ് നമ്മളുടെ ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ജോർജറ്റിൻ്റെ സ്കൈ ബ്ലൂ കളറിലെ ഫാബ്രിക്കാണ്. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിലാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ട്രേസ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സിൽവർ കളറിലെ സ്റ്റോൺസ് ആണ് വേണ്ടത്. ഈ ഒരു സ്റ്റോൺ നമുക്ക് ഫ്ലവേഴ്സിന് നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ അതുപോലെ വൈറ്റ് കളറിലെ സിൽവർ കളറിലെ കട്ട് ബീഡ്സ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ പേൾ വേണം. വൈറ്റ് കളറിലെ കുഞ്ഞു പേള് കിട്ടും വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ പേള് നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് നീഡിൽ നമ്പർ 12 നോർമൽ ത്രെഡാണ് വേണ്ടത്. മെഷീൻ ത്രെഡാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യോക്ക് എംബ്രോയിഡറി ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്റ്റെമ്മ് വരച്ചിട്ടുണ്ട്. സ്റ്റെമ്മ് വരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ സ്റ്റെമ്മിൻ്റെ മുകളിലായിട്ട് നമ്മൾ റൗണ്ട് ചെയ്തിരുന്നില്ലേ, പിക്ചറിൽ കാണിച്ചില്ലേ. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോണില്ലേ, ഈ സ്റ്റോൺ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ഡ്രൈ ആവട്ടെ. നമുക്കപ്പോഴത്തേന് സ്റ്റെം ചെയ്ത് തുടങ്ങാം. സ്റ്റെം ചെയ്യാനായിട്ട് നമ്മൾ നോർമൽ ത്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു ബീഡ് എടുക്കുക. നമുക്കൊന്ന് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് അടുത്ത ബീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം ചെയ്ത ബീഡിന് തൊട്ട് മുമ്പിലായിട്ട് വേണം അടുത്ത ബീഡ് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് പോലെയാണ് നമ്മൾ ചെയ്തു പോരുന്നത്. ബാക്കിലേക്കാണ് നമ്മൾ ഈ ഒരു ബീഡ് നമ്മൾ ഫിക്സ് ചെയ്ത് പോരുന്നത് കേട്ടോ.
വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യോക്ക് എംബ്രോയിഡറി ഡിസൈനാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ബാക്കി സ്റ്റെമ്മും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സ്റ്റെമ്മൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വൈറ്റ് കളറിലെ പേളില്ലേ അതൊരു 10 എണ്ണം വെച്ചിട്ട് എടുക്കാം കേട്ടോ. എണ്ണം വെച്ചെടുത്തിട്ട് നമുക്കിതാ ഇതിൻ്റെ ചുറ്റിനും ഒന്ന് റൗണ്ടാക്കി ഒന്ന് എടുത്തിട്ട്, അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗ്യാപ്പുള്ള പോലെ തോന്നും. അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ഈ ബീഡ് നന്നായിട്ടൊന്ന് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്കൊന്ന് ഫിക്സ് ചെയ്തിട്ട് 4 സൈഡിലും ഒന്ന് കെട്ടിയിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. യോക്കിൻ്റെ ഭാഗത്തായിട്ട് 2 സൈഡിലേക്കും നമുക്ക് ഈ ഒരു ഡിസൈൻ സ്റ്റെമ്മായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.